പലപ്പോഴും നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ഒരു വർഷം തികയുമ്പോൾ ആണ്ട് എന്ന പേരിൽ ഒത്തുകൂടലും ഭക്ഷണം വിതരണം ചെയ്യലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം. ആണ്ടിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, അതിൽ വിശ്വാസമില്ലെങ്കിലും അത് ഭക്ഷണം വേസ്റ്റാകുമെന്ന് വിചാരിച്ച് അത്തരം സംരംഭങ്ങളിൽ സഹകരിച്ച് ഭക്ഷണം കഴിക്കാമോ എന്നാണ് ചോദ്യം. ഈ മരണവുമായും ജനനവുമായും ബന്ധപ്പെട്ട നാട്ടിൽ കുറേ സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നവയല്ല പലപ്പോഴും. ഇപ്പോൾ മരിച്ച കഴിഞ്ഞ ഉടനെ തന്നെ ഓരോ പ്രദേശങ്ങളും വ്യത്യാസമുണ്ടാകും. അന്ന് പ്രത്യേകമായ ബിസ്ക്കറ്റുകൾ, പ്രത്യേകമായ ഹലുവകൾ, ഇതൊക്കെ മരിച്ച വീട്ടിലേക്ക് കൊണ്ടുവരിക, അതേപോലെ ആ വീട്ടുകാരെ വിതരണം ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ചയിൽ നമസ്കാരത്തിന് ശേഷം അയാൾക്ക് വേണ്ടിയുള്ള ദിക്റുണ്ടാകുക, എന്നിട്ട് അതിന് പ്രത്യേക ഭക്ഷണം പാചകം ചെയ്യുക. 3-ൻ്റെ അന്ന് കണ്ണൂക്ക്, 7-നും 14-നും 40-നും ഒക്കെയായ പ്രത്യേക ഭക്ഷണങ്ങൾ. പിന്നെ ആണ്ട് അതിനൊക്കെ സ്വാഭാവികമായും മൗലൂദും കാര്യങ്ങളും കൈമടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും തന്നെ പ്രമാണങ്ങൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ബിദ്അത്താണ് എന്ന് നമ്മൾ പൊതുവെ 4 മദ്ഹബ് എന്നാണല്ലോ പറയാം. 4 മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിലും കാണുവാൻ സാധിക്കും അതൊക്കെ ബിദ്അത്താണ് എന്നുള്ളത്. ഇപ്പോൾ അത് ഉദ്ധരണികൾ വായിക്കാനുള്ള ഒരു സമയം അല്ലല്ലോ. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ 4 മദ്ഹബിൻ്റെ ഇമാമികളോ അവർക്കൊന്നും ഇത്തരം കാര്യങ്ങൾ പരിചയമില്ല എന്ന് ചുരുക്കം. പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അങ്ങനത്തെ ഒരു ഭക്ഷണം നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നാണ്. ഭക്ഷണം എടുക്കാൻ പറ്റുമോ, സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിൽ നമുക്ക് എന്തോ ഈ ചോദ്യം ചോദിക്കുന്ന ആളാട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാട്ടെ, അയാൾക്ക് വലിയൊരു അപാകത സംഭവിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് അപാകത? ആ കൊണ്ടുവന്നത് ഒരു പക്ഷേ അയൽവാസിയായിരിക്കാം, കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർക്കൊന്നും തൻ്റെ ആദർശമെന്ത്, ആശയമെന്ത് എന്ന് ഇത്ര കാലമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നും താൻ ഏതൊരു ആദർശത്തിലാണ് എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടില്ല എന്നുമുള്ള വലിയ ഒരു ഏറ്റുപറച്ചിലാണത്. അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണം ഇയാളുടെ വീട്ടിലേക്ക് അവരെത്തിക്കുമായിരുന്നില്ല. അവിടെ കൊടുക്കണ്ട, അയാളത് സ്വീകരിക്കൂല, അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ അബദ്ധം ഇങ്ങനെയുള്ള ആളുകൾ എൻ്റെ വിശ്വാസം എന്ത്, ഞാൻ സുന്നത്തെടുക്കുന്നു, ബിദ്അത്തെടുക്കാറില്ല എന്നുള്ളത് അവർ വ്യക്തമായി അറിയണം. ഇനി ഒരു പക്ഷേ ഒരു വൈരാഗ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് അവിടെ വെച്ച് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ മാന്യമായി നമുക്ക് അവരോട് പറയാം, അതൊരു ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാം, ഇത് പാടില്ലാത്ത നല്ല ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇനി നമ്മളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വീട്ടിൽ വെച്ച് പോയതാണ് എങ്കിൽ ഒരു ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല എന്ന രൂപത്തിൽ അത് മറ്റെന്തെങ്കിലും ഇപ്പോൾ അവർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാം. അതല്ലാതെ ഏതായിരുന്നാലും അവിടെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലല്ലോ, അതാണ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും ഇനിയും വീട്ടിലേക്ക് അങ്ങനെ ഒന്ന് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്ന ആളുകളോട് നമ്മളുടെ ആദർശവും ഇസ്ലാമിൻ്റെ സന്ദേശവും ക്ലിയർ ആക്കണം. എങ്കിലേ രണ്ടാമതൊരിക്കൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഇല്ലാതിരിക്കുകയുള്ളൂ.